ഗുരുവായൂർ അമ്പലനടയിൽ ഡയറക്ടർ വിപിൻ ദാസ്. ഇത് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആണ്, സുപ്രിയ മേനോൻ. അതുപോലെ തന്നെ E4 എന്റർടൈൻമെന്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. വിപിൻ ദാസിന്റെ ജയ 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 ഹേക്ക് ശേഷം വരുന്ന സിനിമയാണ്. സോ ഒബ്വിയസ്ലി ഹൈപ്പ് സിനിമയ്ക്ക് ഉണ്ട്. ലൈക്ക് അതൊരു ഒരു കളർഫുൾ എന്റർടൈനർ എന്നുള്ള രീതിയിലുള്ള ഒരു ഹൈപ്പ് സിനിമയ്ക്ക് ആദ്യം മുതലേ ഉണ്ട്. സോ സ്റ്റാറിംഗ് പൃഥ്വിരാജ്, അതുപോലെ തന്നെ ബേസിൽ ജോസഫ്, നിഖില, അതുപോലെ തന്നെ അനശ്വര രാജൻ, യോഗി ബാബു ഇത് ചെയ്യുന്നത്, സിജു സണ്ണി നമ്മുടെ രോമാഞ്ചത്തില്, അതുപോലെ തന്നെ വന്നിട്ട് ഇർഷാദ്, ജഗദീഷ്, അതുപോലെ തന്നെ ബൈജു, നമ്മുടെ സാഫ് ബ്രോസ്, നമ്മുടെ റീൽസിലുള്ള പുള്ളിക്കാരനൊക്കെ വന്നിട്ട് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആളുകളാണ്. സ്ലാപ്സ്റ്റിക് അതാണ് സംഭവം. കംപ്ലീറ്റ്ലി ഒരു കോമഡി പരിപാടി. അതാണ് ആക്ച്വലി ഗുരുവായൂർ അമ്പലനടയിൽ. ഫ്രം ദ സ്റ്റാർട്ട് നമ്മൾ എനിക്ക് ഈ സിനിമേൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും എടുത്തു പറയാനായിട്ട് തോന്നുന്ന കാര്യം എന്ന് വെച്ചാൽ, വലിയ ഡെക്കറേഷൻസും പരിപാടികളൊന്നും ഇല്ലാതെ സ്ട്രെയിറ്റ് ആയിട്ട് കഥയിലോട്ട് ഒരു 10th മിനിറ്റ് തന്നെ ആക്ച്വലി ഡയറക്ടർ കടക്കുന്നുണ്ട്. അതായത് കൂടുതൽ പരിപാടികളൊന്നും ഇല്ലാതെ തന്നെ മുമ്പോട്ടേക്ക് പോകാന്നുള്ളത്. അതിനു മുമ്പ് തന്നെ ഇതിന്റെ റൈറ്റർ എന്ന് പറയുന്നത് ദീപു പ്രതാപാണ് ഇതിന്റെ റൈറ്റർ. സോ ബാക്ക് ടു സിനിമ. ഒരു ഫസ്റ്റ് 10th മിനിറ്റ് തന്നെ ഈ സിനിമയുടെ കഥയിലേക്ക് ഡയറക്ടർ വരുന്നുണ്ട്. സോ അതൊരു ഗംഭീരമായിട്ടുള്ള പരിപാടിയായി തോന്നുന്നു. കാരണം കൂടുതലായിട്ടുള്ള ക്യാരക്ടർ ഇൻട്രൊഡക്ഷനും പരിപാടികളൊന്നും ഇല്ലാതെ തന്നെ സ്ട്രെയിറ്റ് ടു മൂവിയിലേക്ക് വരുന്നത് അത് ഭയങ്കര രസമുള്ള പോലെ തോന്നിയിട്ടുണ്ടായി. പിന്നെ സ്റ്റാർട്ട് ടു എൻഡ് മുതൽ ഈ സിനിമ വെച്ച് പുലർത്തുന്ന ഒരു ഫ്രഷ്നെസ് ഉണ്ട്. അതായത് നമ്മൾ കോമഡി സബ്ജക്റ്റ് ചെയ്യുന്ന സമയത്താണെങ്കിൽ കൂടി അതൊരു ഒരു ഫ്രഷ്നെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആക്ച്വലി ഡയറക്ടറിന് പറ്റിയിട്ടുണ്ട്. സോ ബേസിൽ ഒരു സൈഡിലും പൃഥ്വിരാജ് മറു സൈഡിലുമാണ് നിൽക്കുന്നത്. സോ ബേസിൽ കോമഡി എന്ന് പറയുന്ന സമയത്തേക്ക് ബേസിൽ ഇപ്പോൾ ഒരു ട്രസ്റ്റഡ് ഒരു സ്ഥലത്തേക്ക് ആക്ച്വലി ബേസിൽ വന്നു കഴിഞ്ഞു. കാരണം കോമഡിയും ചില തരത്തിലുള്ള കൗണ്ടേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ട് ബേസിൽ ഭയങ്കര ഈസായിട്ട് ചെയ്തു പോകുന്ന പരിപാടിയാണ് ആക്ച്വലി ബേസിൽ ഇപ്പം അങ്ങനെയാണ് ആക്ച്വലി. സോ റിലയബിൾ കോമഡിയിൽ കുറച്ച് റിലൈ ചെയ്യാൻ പറ്റുന്ന ആക്ടറാണ് ബേസിൽ. പിന്നെ മറു സൈഡിൽ പൃഥ്വിരാജ് കോമഡിയിൽ അത്ര കംഫർട്ടബിൾ അല്ലാത്ത പൃഥ്വിരാജാണ്. പക്ഷെ കോമഡി നമ്മൾ ചെയ്യാൻ അറിയാത്ത അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ, ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ടുള്ള ആൾക്കാർ കോമഡി ചെയ്യുന്ന സമയത്ത് ഒരു രസം ഉണ്ടാവുമല്ലോ. ആ രസം ആക്ച്വലി ഈ സിനിമേൻ്റെ അകത്ത് പൃഥ്വിരാജിന് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ പൃഥ്വിരാജിന്റെ ഒരു ടിപ്പിക്കൽ കോമഡി ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു സ്ഥായി ഭാവങ്ങളുണ്ട്, ചില മുഖത്തോണ്ടുള്ള ചേഷ്ടകൾ. സോ അത് ഇതിൻ്റെ അകത്തും ഉണ്ട്. സോ അതങ്ങനെയാണ് പൃഥ്വിരാജിന് കോമഡി ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. പക്ഷെ വളരെ നന്നായിട്ട് പൃഥ്വിരാജ് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്കൊരു ഹാപ്പി മൂഡിൽ കാണാൻ പറ്റുന്ന ഒരു പൃഥ്വിരാജ് നമുക്ക് ഇതിനകത്ത് കാണാൻ വേണ്ടി പറ്റും എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. രണ്ടുപേരും തമ്മിലുള്ള കോംബോവും ഭയങ്കര ഗംഭീരമായിട്ട് തോന്നി. സോ നമ്മൾ കുറേ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു അളിയനും അളിയനും തമ്മിലുള്ള ആ ഒരു ഏരിയ ഭയങ്കര രസമായിട്ട് തോന്നി. ഇനീഷ്യലി ഒരു 10-15 മിനിറ്റിലേക്ക്, അതായത് ഇനീഷ്യൽ സാധനങ്ങളൊക്കെ ബ്രേക്ക് ചെയ്യുന്ന മുമ്പേയുള്ള ഒരു ഏരിയ ഭയങ്കര നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റിയിട്ടുണ്ട്. ജയ ജയ ജയയില് ചെയ്തിട്ടുള്ള പോലെ തന്നെയുള്ള ഒരു ലൗഡ് ഔട്ട് കോമഡി പരിപാടി ഇതിനകത്തും വിപിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ജയ ജയയിലുള്ള പോലെ ഒരു പറയാതെ പറഞ്ഞിട്ടുള്ള ഒരു പൊളിറ്റിക്സും കാര്യങ്ങളൊന്നും ഇല്ലാതെ വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു കോമഡി ഫിലിമായിട്ടാണ് ആക്ച്വലി ഗുരുവായൂർ അമ്പല നടയിൽ വന്നിട്ടുള്ളത്. കോമഡി എന്ന് പറയുന്ന സമയത്തേക്ക് പണ്ട് പ്രിയദർശനം അവരൊക്കെ ചെയ്തിട്ടുള്ള കൺഫ്യൂഷൻ ആണ് ആക്ച്വലി ഇതിനകത്ത് മെയിനായിട്ട് വർക്കൗട്ട്. ഒബ്വിയസ്ലി ആ കോമഡി എന്ന് പറയുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ കൂടെ വേണം, അപ്പോഴേ അതൊരു കോമഡി വർക്കൗട്ട് ആണ്. അങ്ങനെ ത്രൂ ഔട്ട് ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും ഒരു കംപ്ലീറ്റ്ലി ഔട്ട് ആൻഡ് ഔട്ട് കോമഡി ഒരു പരിപാടി നമ്മളെ പാണ്ടിപ്പട അതൊക്കെ പോലെയുള്ള കമ്പാരിസൺ അല്ല, ബട്ട് സ്റ്റിൽ അങ്ങനെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് പരിപാടിയാണ് ആക്ച്വലി ഇതിനകത്ത് പഠിച്ചിട്ടുള്ളത്. വളരെ നന്നായിട്ട് ഇപ്പോൾ നമ്മുടെ ബേസിലിൻ്റെ കൂടെ സാഫ് ബ്രോ ആയിക്കഴിഞ്ഞാലും ശരി, സിജു ആയിക്കഴിഞ്ഞാലും, അതുപോലെ തന്നെ വന്നിട്ട് നമ്മുടെ ഈ പുള്ളിക്കാരൻ്റെ പേര് ആക്ച്വലി മനോരമയിലൊക്കെ സ്ക്രിപ്റ്റൊക്കെ ചെയ്യുന്ന ഒരു പുള്ളിക്കാരനെ എല്ലാം വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു ലോജിക്കൽ പരിപാടിയും അതൊന്നും അല്ല, ഔട്ട് ആൻഡ് ഔട്ട് ഒരു എന്റർടൈൻമെന്റ് ഫാക്ടറുള്ള സിനിമയാണ്. അതുകൊണ്ട് തന്നെ വന്നിട്ട് നമ്മൾ ആ ഒരു മൂഡിൽ അല്ലെങ്കിൽ ആ ഒരു ഫെസ്റ്റീവ് പരിപാടിയിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് ഔട്ട് ആൻഡ് ഔട്ടായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. എൻ്റെ കൂടെ ഇരിക്കുന്ന എല്ലാവരും തിയേറ്ററിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നത് എനിക്ക് കാണാൻ വേണ്ടി പറ്റി. ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ആക്ച്വലി അങ്കിത് മേനോനാണ്. ജയ ജയ ജയയുടെ മ്യൂസിക് തന്നെയാണ്. ഇതിനകത്ത് ആക്ച്വലി മ്യൂസിക്കിനെക്കാട്ടും കിടലായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ 2 പാട്ടുകൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പഴയ 2 പാട്ടുകൾ പ്ലേസ് ചെയ്യും. അത് ഭയങ്കര സൂപ്പറായിട്ട് ആക്ച്വലി പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ പാട്ടൊക്കെ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. സോ അത്രയും നന്നായിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റും. മ്യൂസിക്കിലേക്ക് വരുന്ന സമയത്തേക്ക് വെച്ച് കൃഷ്ണ കൃഷ്ണ എന്ന് പറയുന്ന സോങ് അജു വർഗീസ് പാടിയത് വളരെ ഗംഭീരമായിട്ട് തോന്നി. ബാക്കി ഉള്ള പാട്ടുകളൊന്നും അങ്ങനെ
ഇവൻ 2 വട്ടങ്ങൾ ഉണ്ടെന്നത് അത് എനിക്ക് അത്ര ഭയങ്കര ഇമ്പ്രസീവ് ആയിട്ട് തോന്നിയില്ല. പക്ഷേ ക്ലൈമാക്സിലോട്ട് വരുന്ന സമയത്തുള്ള പരിപാടികളും മ്യൂസിക്കുകളും കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് ചെയ്തു. ഒബ്വിയസ്ലി ലൈക്ക് നമ്മൾ ഒരു കോമഡി സബ്ജക്ട് ചെയ്യുന്ന സമയത്തേക്ക് കൗണ്ടറൊക്കെ പറഞ്ഞിട്ടുള്ള മ്യൂസിക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആ തരത്തിലുള്ള മ്യൂസിക്കിലൊക്കെ ഭയങ്കര വർക്കൗട്ട് ആയിട്ടുണ്ട്. പൃഥ്വിരാജ് ഒരു കംപ്ലീറ്റ്ലി ഒരു 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 ലൗഡായിട്ടായിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യുന്ന കാണാൻ തന്നെ നല്ല രസമുണ്ട്. കാരണം ബ്രോഡാഡി ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് തന്നെ ബ്രദേഴ്സ് ഡേയും ചെയ്തിട്ടുണ്ട്. സോ അതൊന്നും അങ്ങനെ ഒരു പൃഥ്വിരാജ് ട്രൈ ചെയ്തെങ്കിലും സ്ക്രീൻ പ്ലേയിലെ പാളിച്ചുകൊണ്ട് നമുക്കത് അങ്ങനെ ഒരു പുള്ളിക്കാരൻ ആ ഒരു മേഖല എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായില്ല. എനിക്ക് പൃഥ്വിരാജ് കുറച്ചും കൂടി അത് ട്രൈ ചെയ്യണം, കോമഡി ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യണം. കാരണം അതൊരു ഭയങ്കരമായിട്ടുള്ള ഏരിയയാണ്. കാരണം എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടമുള്ള ജോണറാണ് ആക്ച്വലി കോമഡി എന്ന് പറയുന്നത്. എനിക്ക് ബാക്കി എന്ത് കഥ ചെയ്യുന്നതിനെക്കാട്ടും ടഫും ചെയ്ത് ഫലിപ്പിക്കാൻ ഏറ്റവും ടഫായിട്ടുള്ളൊരു സംഭവം കോമഡി ജോണർ തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോമഡി സിനിമ എടുത്ത് ഫലിപ്പിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എൻ ഈസി ജോബ്. നമുക്ക് പെർഫോമൻസ് ചെയ്യാം, നമുക്ക് ഭയങ്കരമായിട്ടുള്ള സ്ക്രീൻ പ്ലേ ചെയ്യാം, അതൊക്കെ ചെയ്യാം. ബട്ട് കോമഡി ചെയ്ത് സിനിമയെ ആൾക്കാരെ ചിരിപ്പിക്കുക എന്നുള്ളത് വെരി വെരി ഡിഫിക്കൽട്ട്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ജോണർ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കത് എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ആ ജോണർ. സോ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ഗുരുവായൂർ അമ്പലനടയിൽ വന്നിട്ട് ജാനമനൊക്കെ കഴിഞ്ഞ് നമ്മൾ പ്രേമലു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് ഒരു പ്രോപ്പർ ഔട്ട് ആൻഡ് ഔട്ട്. പ്രേമലു വന്നിട്ട് കുറച്ചും കൂടി സട്ടിലായിരുന്നു, റോംകോം ആയിരുന്നു. ഇതൊരു ബ്രോമാൻസ് പരിപാടിയാണ്. സോ കുറച്ചും കൂടി സട്ടിലും കുറച്ചും കൂടി എന്നാൽ പിന്നെ കുറച്ച് ഒരു പ്രോപ്പർ എന്റർടൈനർ എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുള്ള സ്റ്റാർട്ട് ടു എൻഡ് വരെ വന്നിട്ടുള്ള ഒരു സിനിമയാണ് ആക്ച്വലി ഗുരുവായൂർ അമ്പലനടയിൽ. സിനിമാറ്റോഗ്രാഫി രവി നീരജ്. ക്ലൈമാക്സിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ പല റിഗുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഗംഭീരമായി ചെയ്തിട്ടുണ്ടായി. എഡിറ്റിംഗ് ആക്ച്വലി ജോൺ കുട്ടി പ്രോപ്പർ പെർഫെക്റ്റ് ആയിട്ടുള്ള റണ്ണിങ് ടൈം, അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് ഒരു തരത്തിലും ബോറടിക്കുന്നതിനെക്കാട്ടും മുമ്പേ തന്നെ സിനിമ നമുക്കൊരു ക്യൂരിയോസിറ്റിയും ഉണ്ടാകും. അതായത് ഇതെന്താണ് ചെയ്യുക, നമ്മൾ ഒരുപാട് ഗസ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. എന്നിരുന്നാലും പോലും നമുക്ക് ഇടയിൽ ക്ലൈമാക്സിലോട്ട് വരുന്ന സമയത്ത് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കാനും ആക്ച്വലി എഡിറ്റർക്ക് പറ്റിയിട്ടുണ്ട്. അത് പലതരത്തിലുള്ള എഡിറ്റിംഗ് ടെക്നിക്സ് കൊണ്ട് തന്നെ അത് ആക്ച്വലി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം തല്ലുമലയിലേക്കുള്ള ഒരു എഡിറ്റിംഗ് ഉണ്ടല്ലോ, നമുക്കൊരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യുന്ന ആ ടൈപ്പിലൊരു എഡിറ്റിംഗ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. യോഗി ബാബു വരുന്നുണ്ട്. അങ്ങനെ ഒരു യോഗി ബാബുവിനെ തമിഴിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അടിച്ചു പൊളിക്കണം എന്നുള്ളൊരു ഫാക്ടർ അല്ല. കാരണം യോഗി ബാബുയുടെ ക്യാരക്ടർ അവരെ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് അവിടെ യോഗി ബാബു വേണം എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ആക്ച്വലി വന്നിട്ട് ക്ലൈമാക്സിൽ കുറച്ച് പരിപാടികളൊക്കെ പിടിച്ചിട്ടുണ്ട്. അതൊക്കെ വന്നിട്ട് നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അത് മിസ്സാവണ്ട എന്നുള്ളത് ഞാൻ പറയുന്നില്ല. സോ അതൊക്കെ വളരെ നന്നായിട്ട് തോന്നി. ഗുരുവായൂർ അമ്പലത്തിന്റെ സെറ്റ് വർക്ക് ചെയ്തിട്ടുള്ള ആരാന്ന് എനിക്കറിയില്ല. കാരണം ആദ്യം മുതലേ വന്നിട്ട് ഈ സീനിലാണ് ഈ പേരൊക്കെ എഴുതി കാണിക്കുന്നത്, ഞാൻ നോട്ട് ചെയ്തിട്ടില്ല, നോക്കിയപ്പോഴും കണ്ടില്ല. സോ സെറ്റ് വർക്ക് ഗുരുവായൂർ അമ്പലത്തിന്റെ പുറമേയുള്ള ഭാഗങ്ങളൊക്കെ ഭയങ്കര ഗംഭീരമായിട്ട് കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി മനസ്സിലാവാത്ത രീതി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെയുള്ള ക്ലൈമാക്സിൽ അത്രയും ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലുള്ള ഒരു പരിപാടിയാകുന്ന സമയത്ത് അത് ഭയങ്കര ലൈവായിട്ട് ചെയ്യാനും വേണ്ടി ഡയറക്ടർക്ക് പറ്റിയിട്ടുണ്ട്. ഗുരുവായൂർ അമ്പലമായിട്ട് കാണിക്കുന്ന സമയത്ത് നമുക്ക് അവരെ പറഞ്ഞുകൊണ്ടായിരിക്കും നമുക്കത് ഫീൽ ചെയ്യുന്നുള്ളത്, സെറ്റായിട്ട് നമുക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലൈമാക്സിലൂടെ വരുമ്പോൾ അത്രയും ആൾക്കാർ വരുന്ന സമയത്ത് ഞാൻ പേഴ്സണലി വിചാരിച്ചത് അനിയൻ ബാബ ചേട്ടൻ ബാബ പോലത്തെ ഒരു ക്ലൈമാക്സ് വരും, ഒരു എക്സ്ട്രീംലി ഹിലാരിയസ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് വരും എന്ന് വിചാരിച്ചപ്പോൾ അത്ര അങ്ങോട്ട് വന്നില്ലെങ്കിൽ പോലും ഏകദേശം ഹിലാരിയസ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷെ ഞാനത് പ്രതീക്ഷിച്ചു അത്രയും ഹിലാരിയസ്. കാരണം ഈ ഒരു ബൗണ്ടറി ഇല്ല ഈ സിനിമയ്ക്ക്, കാരണം അതാണ് അതിന്റെ ജോണർ. സോ അത് ബൗണ്ടറി ഇല്ലാതെ ഹിലാരിയസ് ആക്കുന്ന സമയത്താണ് അതിന്റെ ഒരു ഭംഗി. പക്ഷെ അത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അത് എത്ര ഇതായി ലൗഡ് ലാഫ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് ഈ തിയേറ്ററിൽ ഇരുന്ന് ആരും തന്നെ വന്നിട്ടില്ല. പക്ഷെ സ്റ്റാർട്ട് മുതൽ എൻഡ് വരെ ഒരു ചിരി തിയേറ്ററിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ജനമനൊക്കെ ഞാൻ കണ്ട സമയത്ത് ഉണ്ടായിരുന്ന ഒരു അട്ടഹസിച്ചിട്ടുള്ള ചിരിയൊന്നും ഇല്ലെങ്കിൽ കൂടി ഒരു ചിരി തിയേറ്ററിൽ ഫുള്ളായിട്ടുണ്ട്. അത് തന്നെ ഈ സിനിമയുടെ ഒരു സക്സസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആകെ മൊത്തത്തിൽ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി വൺ ടൈം വാച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഗംഭീരമായിട്ടുള്ളൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയില്ല. ഞാൻ വൺ ടൈം ഞാൻ ചുമ്മാ പറഞ്ഞാണ്. കോമഡി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് സ്ലാപ്സ്റ്റിക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പോയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഗംഭീരമായിട്ടുള്ള പഴയ നമ്മുടെ ഒരു പാണ്ടിപ്പടയും അതുപോലെ തന്നെ കല്യാണ സൗന്ദര്യവും അങ്ങനത്തെ ഒരു ടൈപ്പിലുള്ള ഒരു ന്യൂജൻ പരിപാടി പിടിച്ചിട്ടുള്ള ഒരു സിനിമയാണ് ആക്ച്വലി ഗുരുവായൂർ അമ്പലനടയിൽ. ഡെഫിനറ്റ് ആയിട്ട് പോയിട്ട് ഗുരുവായൂർ അമ്പലനടയിൽ തിയേറ്ററിൽ തന്നെ പോയി കാണാം. See you next video.